തേങ്ങ വറുത്തിട്ടേ ഒരു തെരണ്ടിക്കറി വെക്കാം. തെരണ്ടി മീൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലേക്ക് തെരണ്ടി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്തായിരിക്കും പറയുക? ഇത് മാർക്കറ്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയ കുറച്ച് പീസാണ്. അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാം. ഇതൊരു ടാസ്ക് ശരിക്കും പറഞ്ഞാൽ തേങ്ങ വറുത്തരപ്പ് എന്നൊക്കെ പറയുന്നില്ലേ. ഇതിപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മുമ്പ് ഓണം അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമല്ലോ നമ്മുടെ വീടുകളിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ ഇതണക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ, എനിക്ക് തേങ്ങ തിരികെ കൊടുക്കാനും തലേന്ന് ഒരു 2 ദിവസം മുമ്പേക്ക് ഇങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം അന്നൊന്നും സമയത്ത് അത്രയും കുറേയധികം കറികളൊക്കെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് അന്നൊന്നും അപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതൊക്കെ നേരത്തെ കൂട്ടി ഇങ്ങനെ 2 ദിവസം മുമ്പേയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ തേങ്ങ തിരികെ എടുത്ത് ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് ഇങ്ങനെ ചെയ്യാൻ കൊടുക്കാറുണ്ട്. അന്ന് തവിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിരട്ടത്തവി ഉണ്ടല്ലോ, തവിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ തേച്ചൊക്കെ കൊടുക്കാറുണ്ട്. ആ തേങ്ങയിലുള്ള തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ വറ്റി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ബേസിലാണ് ചെയ്യുന്നത് കേട്ടോ. മിക്കപ്പോഴും ചെയ്തിട്ടുണ്ട്, മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തേങ്ങ വറുത്തരയ്ക്കാൻ അങ്ങനെ ഒരു ശീലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കളറ് കറക്റ്റൊക്കെ ഇങ്ങനെ ആയിരിക്കും, ഇത്ര മൂത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല കേട്ടോ, നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ തെരണ്ടി മീൻ. ഇവിടെ ഞാൻ പീസാക്കിയത് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിരിക്കാം, സെറ്റായി വെക്കട്ടെ. ഏകദേശം മൂത്ത് വന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുക. ആദ്യം ഇട്ടത് മല്ലിപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി എന്നാണ് പറഞ്ഞു വന്നത്. മല്ലിപ്പൊടി ഇട്ടു. അടുത്ത നമുക്ക് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം കേട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂടിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കാം. പറച്ചിലൊക്കെ കേട്ടാൽ വേഗം വലിയ ഷെഫാണെന്നല്ലേ. ചുമ്മാ ഒരു രസം. സാധാരണ അമ്മയൊക്കെ ഇങ്ങനെ കുരുമുളക് ചേർക്കാറുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയേ ഉള്ളൂ. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതാണ് മീൻകറി വെക്കാം. മൺചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചോട്ടോ. അടുപ്പത്ത് വെച്ച് നമുക്ക് ഓയിലൊഴിക്കാം. എണ്ണ തിളക്കട്ടെ. എണ്ണ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുകിടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല കേട്ടോ. ഞാൻ മറന്നു പോയെന്ന് ചോദിച്ചാൽ മറന്നുപോയി. ഫ്രിഡ്ജിനകത്ത് എവിടെയെങ്കിലും ഉണങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. കവറിലേക്ക് എത്തിക്കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. കറിവേപ്പില കിട്ടി. ഫ്രിഡ്ജിൽ ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു ഒരു കവറിനകത്ത്. അത് കഴുകിയെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ കടുകടയിൽ പൊടി തുടങ്ങി. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ തേങ്ങ വറുത്തരച്ചത് അരച്ചുകൊണ്ട് വന്നിട്ട് അതൊഴിച്ചു. അപ്പോൾ തിളക്കട്ടെ. ഞാൻ പുളി കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊഴിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തിളക്കട്ടെ. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചേക്കാം. നമ്മുടെ തെരണ്ടി മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അല്ലേ. നല്ല ചൂടടിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ട് അമ്മാമ്മയൊക്കെ എനിക്ക് ഒരുപാട് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും അതൊക്കെ ഓർക്കുമ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ മുള്ളുണ്ടല്ലോ, ശരിക്കും ഇതിനെ എല്ലെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. അത്ര കട്ടിയാണ് ഇതിന്. പക്ഷെ അത് നമുക്ക് കടിച്ച് ഇങ്ങനെ കഴിക്കാം. നന്നായിട്ട് കടിച്ച് അത് കഴിക്കാൻ പറ്റും. എല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും, ഞാൻ പറഞ്ഞത്. എനിക്കതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. എന്നെ അങ്ങനെ അമ്മാമ്മയൊക്കെ അത് കഴിക്കാൻ പഠിപ്പിച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ അമ്മാമ്മ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ തെരണ്ടിയൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങിയത്. എനിക്ക് അമ്മ വലിയ മീനൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യും, പക്ഷെ എന്നാലും തെരണ്ടി ഒന്നും അധികം കുഞ്ഞിലെന്ന ആ സമയത്തൊന്നും ചെയ്യില്ലായിരുന്നു പുള്ളിക്കാരത്തി. പിന്നീട് ഞങ്ങൾക്ക് അത്യാവശ്യം മെച്ചുവേർഡായി തുടങ്ങിയതിന് ശേഷമൊക്കെയാണ് തെരണ്ടി അങ്ങനെയൊക്കെ
അമ്മയ്ക്ക് പണി കൊടുത്തു തുടങ്ങി. വലിയ വലിയ മീനും മെനക്കേടുള്ള മീനുകളൊക്കെ മേടിക്കാൻ തുടങ്ങിയത്. പപ്പ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. വലിയ മീനൊക്കെ മേടിക്കും. അതിങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള മീനൊക്കെ മേടിക്കുള്ളൂ. ഇതിപ്പോൾ 3-4 തടിമാടന്മാർ വളർന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ വലിയ മീനിൻ്റെ ഇതായി. അപ്പോൾ അമ്മയ്ക്ക് അത്രയും അധികം റിസ്ക്കായി കണ്ടിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാനിത് ശരിക്കും ഇപ്പം മീൻ നമ്മൾ ഇട്ടതേ ഉള്ളൂ. ഞാനിത് ഇളക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. ഒരു വേവ് നല്ല രീതിയിൽ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനിത് ഇളക്കുള്ളൂ കേട്ടോ. സാധാരണ എല്ലാ കറി വയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മീൻ കറി നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വറ്റണം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ എനിക്ക് കിട്ടണം. തേങ്ങ വറുത്തരച്ച കറി ഞാൻ പറയണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറുക്കി വന്നിട്ടുണ്ട് നന്നായിട്ട്. തേങ്ങ വറുത്തരച്ച് വെച്ച തെരണ്ടിക്കറി. ഇനിയും വറ്റണോ? കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കാം അല്ലേ?